എല്ലാവർക്കും സ്റ്റഡി സ്മാർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ ഗ്രേഡ് 10 ഫസ്റ്റ് ചാപ്റ്റർ റിയൽ നമ്പേഴ്സ്. നമ്പേഴ്സിനെ പറ്റി എന്തൊക്കെയാണ് നമുക്ക് അറിയുന്നത്? നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നമ്പേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് നമ്മൾ പഠിച്ച നമ്പേഴ്സ് ഏതൊക്കെയാണ്? ആദ്യം നമ്മൾ എണ്ണി തുടങ്ങിയപ്പോൾ അല്ലേ, ചെറിയ ക്ലാസ്സിൽ പ്രീ കെ ജിയിലൊക്കെ പോയപ്പോൾ എണ്ണി തുടങ്ങിയപ്പോൾ നമ്മൾ ഏത് നമ്പേഴ്സ് തൊട്ടാണ് പഠിച്ചു തുടങ്ങിയത്? നാച്ചുറൽ നമ്പേഴ്സ് ആണല്ലോ. 1, 2, 3 എക്സെട്ര. ഇതിനെ നമ്മൾ എന്താ പറയുക? നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിന് വേറെ പേരുകൂടെ ഉണ്ട്. എന്താണെന്നറിയാമോ? കൗണ്ടിങ് നമ്പേഴ്സ് അല്ലേ? കൗണ്ടിങ് നമ്പേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി വലിയ ക്ലാസ്സിലെത്തിയപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? ഈ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ ഒരു 0 കൂടി ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്തു അല്ലേ? ആ 0 കൂടി ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിന് വേറൊരു പേര് പഠിച്ചായിരുന്നു. എന്താണെന്ന് ഓർമ്മയുണ്ടോ? അതിൻ്റെ പേരാണ് ഹോൾ നമ്പേഴ്സ് അല്ലേ? ഹോൾ നമ്പേഴ്സ് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി അതിനുശേഷം കുറച്ചുകൂടി വലിയ ക്ലാസ്സിലെത്തിയപ്പോൾ നമ്മൾ ഈ നമ്പർ ലൈൻ, അതായത് ഒരു നമ്പേഴ്സ് എല്ലാം ഒരു ലൈനിൽ റെപ്രസെൻ്റ് ചെയ്ത് നമ്മൾ പഠിച്ചു അല്ലേ? നമ്പേഴ്സ് എല്ലാം ലൈനിൽ എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത് പഠിച്ചത്? അതിൽ ഈ 0 നമ്മൾ ഈ ഹോൾ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 0 ഇട്ട ഹോൾ നമ്പേഴ്സ് ആക്കിയില്ലേ? ആ 0 നമ്മൾ സെൻറ്ററിൽ വരുന്ന രീതിയിലാണ് പഠിച്ചത് അല്ലേ? 0. ദെൻ 0യുടെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സ് പഠിച്ചു, ലെഫ്റ്റ് സൈഡിലേക്ക് നെഗറ്റീവ് നമ്പേഴ്സ് പഠിച്ചു അല്ലേ? +1 നമ്മൾ ഇടാറില്ല, സാധാരണ 1, 2, 3 ഇങ്ങനെ ഇട്ട് പോകും ഇൻഫിനിറ്റി വരെ അല്ലേ? ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ എങ്ങനെയാണ് പഠിച്ചേ? -1, -2, -3 ഇങ്ങനെ നമ്മൾ ഇൻഫിനിറ്റി വരെ അല്ലേ? അപ്പോൾ ഈ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിന് നമ്മൾ വേറൊരു പേര് പറഞ്ഞാൽ പഠിച്ചിട്ടുള്ളത് എന്താണെന്നറിയാവോ? ഇൻറ്റിജേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആണല്ലോ. ഇൻറ്റിജേഴ്സിൽ നമ്മളിപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിനകത്ത് നമുക്ക് പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ അല്ലേ? ഇതിനകത്ത് പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. ഹോൾ നമ്പേഴ്സിനകത്താണെങ്കിലോ ഹോൾ നമ്പേഴ്സിലും പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇൻറ്റിജേഴ്സിനകത്ത് നമുക്ക് എന്തൊക്കെയുണ്ട്? പോസിറ്റീവ് നമ്പേഴ്സും ഉണ്ട്, നെഗറ്റീവ് നമ്പേഴ്സും ഉണ്ട് അല്ലേ? പോസിറ്റീവും പഠിച്ചു, നമ്മൾ നെഗറ്റീവും പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ ഇൻറ്റിജേഴ്സിനകത്ത് ഈ നമ്പർ ലൈനിൽ ഞാനിപ്പോൾ ഈ ഒരു പോർഷൻ, അതായത് 0 മുതൽ 1 വരെയുള്ളൊരു പോർഷൻ മാത്രം ഞാൻ എടുക്കുവാന്ന് വിചാരിച്ചോ. ഇവിടെ 0, ഇവിടെ 1. ഇതിനിടയ്ക്ക് എത്ര നമ്പേഴ്സ് ഉണ്ടാവും? ഇതിനിടയ്ക്ക് തന്നെ ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഉണ്ടാവും അല്ലേ? എനിക്ക് വേണമെങ്കിൽ 0.1 എന്ന് എഴുതാം, 0.2 എന്ന് എഴുതാം അല്ലേ? 0.5 എന്ന് എഴുതാം, 0.9 എന്ന് എഴുതാം, പിന്നെ 1 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ 0 തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് 1 എത്തുന്നതിനിടയ്ക്ക് എത്ര നമ്പേഴ്സ് ഉണ്ട്? ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഉണ്ട് അല്ലേ? എനിക്ക് 0.15 എന്ന് എഴുതാം. ഇതെല്ലാം ഇതിനിടയ്ക്ക് വരുന്ന നമ്പേഴ്സാണ് ആണല്ലോ. ഇതിനെല്ലാം എനിക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? ഇതൊക്കെ ഡെസിമൽസ് ആണ്. ഇതിനെല്ലാം എനിക്ക് ഫ്രാക്ഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഞാൻ ഫ്രാക്ഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഈ നമ്പേഴ്സിനെല്ലാം നമുക്ക് ഫ്രാക്ഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം പറഞ്ഞേ? ഇവിടെ 1/10 എന്ന് എഴുതാം അല്ലേ എനിക്ക്? ഇനി ഈ നമ്പേഴ്സ് 0.2 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? 2/10 എന്ന് എഴുതാം. 2/10 എന്ന് പറഞ്ഞാൽ 1/5 ആണ്, അതും ഫ്രാക്ഷനാണ് അല്ലേ? 0.9 എങ്ങനെ എഴുതാം? 9/10 എന്ന് എഴുതാം ആണല്ലോ. ഇനി 0.15 എങ്ങനെ എഴുതാം? 0.15 എങ്ങനെ എഴുതാം? 15/100 എന്ന് എഴുതാം അല്ലേ? ഇതിനെയും എനിക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും ആണല്ലോ. എനിക്ക് 5 കൊണ്ട് മേളിലും താഴെയും ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇവിടെ 3, ഇവിടെ 2, 0 അല്ലേ? അപ്പോൾ എനിക്ക് 3/20 എന്ന് എഴുതാം റെഡ്യൂസ് ചെയ്തിട്ട് ആണല്ലോ. അപ്പോൾ ഇങ്ങനെ എനിക്ക് ഈ നമ്പേഴ്സിനെ എല്ലാം എനിക്ക് ഏത് ഫോമിലേക്ക് എഴുതാം? ഫ്രാക്ഷൻ ഫോമിലേക്ക് എഴുതാം ആണല്ലോ. അപ്പോൾ ഇവിടെ -∞ മുതൽ +∞ വരെ അല്ലേ? അതായത് 0 റൈറ്റ് സൈഡിലേക്ക് പോസിറ്റീവ് നമ്പേഴ്സ്, ലെഫ്റ്റ് സൈഡിലേക്ക് നെഗറ്റീവ് നമ്പേഴ്സ്. ഈ ടോട്ടൽ നമ്പർ സിസ്റ്റത്തിന് നമ്മൾ എന്താ പറയുക? റിയൽ നമ്പേഴ്സ് എന്ന് പറയും. നമ്മളിതിനെ എന്താ പറയുന്നത്? റിയൽ നമ്പേഴ്സ് എന്ന് പറയും. ഓക്കെ, ഇനി റിയൽ നമ്പേഴ്സിനകത്ത് ആരൊക്കെയുണ്ട്? റിയൽ നമ്പേഴ്സിനകത്ത് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ? റിയൽ നമ്പേഴ്സിനകത്ത് ഈ നാച്ചുറൽ നമ്പേഴ്സ് വരുന്നുണ്ട് ഉണ്ടല്ലോ. ഇവിടുന്ന് 0 ഇത്രയും പോർഷൻ മാറ്റിക്കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിലേക്കുള്ള പോർഷൻസ് എന്താണ്? എനിക്ക്
പോസിറ്റീവ് നമ്പേഴ്സ് അല്ലേ, നാച്ചുറൽ നമ്പേഴ്സാണ്. ഇനി ലെഫ്റ്റ് സൈഡ് മാത്രം നെഗറ്റീവ് മാത്രം കളഞ്ഞാൽ എനിക്ക് എന്തുണ്ട്, ഇവിടെ ഹോൾ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ് എല്ലാവരും ഇൻറ്റിജേഴ്സ് ഈ നമ്പർ ലൈനകത്തേക്ക് വരുന്നുണ്ട് ആണല്ലോ. ഇനി ഈ നമ്പർ ലൈനകത്ത് ഓരോ നമ്പേഴ്സിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഡെസിമൽസ്, ഫ്രാക്ഷൻസ് എല്ലാം കിടപ്പുണ്ട് അല്ലേ. അപ്പോൾ ഇതിനെ എനിക്ക് എന്താ പറയാൻ പറ്റും, റിയൽ നമ്പേഴ്സ് എന്ന് പറയാൻ പറ്റും, റിയൽ നമ്പർ സിസ്റ്റം എന്ന് പറയാൻ പറ്റും. ഇനി ഈ റിയൽ നമ്പേഴ്സിനകത്ത് റിയൽ നമ്പേഴ്സിനെ എനിക്ക് എങ്ങനെയൊക്കെ റിയൽ നമ്പേഴ്സിനെ എത്ര ഗ്രൂപ്പായിട്ട് മാറ്റാം? റിയൽ നമ്പേഴ്സിനെ എനിക്ക് ഏതൊക്കെ ഗ്രൂപ്പായിട്ട് മാറ്റാം? റിയൽ നമ്പേഴ്സിനെ എനിക്ക് 2 ഗ്രൂപ്പായിട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, ഒന്ന് റാഷണൽ നമ്പേഴ്സ്, അടുത്തത് ഇറാഷണൽ നമ്പേഴ്സ്. ഓക്കെ, ഇറാഷണൽ നമ്പേഴ്സ്. അപ്പോൾ എനിക്ക് റിയൽ നമ്പേഴ്സിനെ 2 ഗ്രൂപ്പാക്കാൻ പറ്റും, ഒന്ന് റാഷണൽ നമ്പേഴ്സും ഒന്ന് ഇറാഷണൽ നമ്പേഴ്സും. ഇനി നമുക്ക് ഇത് രണ്ടും എന്താണ് എന്ന് നോക്കാം. ഓക്കെ, റാഷണൽ നമ്പേഴ്സ് എന്താണെന്ന് നോക്കാം, ഇറാഷണൽ നമ്പേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ റാഷണൽ നമ്പേഴ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓക്കെ, റാഷണൽ നമ്പേഴ്സിനകത്ത് എന്താ വരുന്നത്, നമുക്ക് P/Q ഫോമിലേക്ക്, അതായത് ഒരു ഫ്രാക്ഷനായിട്ട് എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. ഓക്കെ, P/Q ഫോമിൽ എനിക്ക് എഴുതാൻ കഴിയണം. ഇവിടെ Pയും Q എന്താണ്, P and Q ആർ ഇൻറ്റിജേഴ്സ്. ഓക്കെ, Pയും Qയും ഇൻറ്റിജേഴ്സ് ആണ്. ഓക്കെ, ഇനി ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട്, Q നോട്ട് ഈക്വൽ ടു 0, ഡിനോമിനേറ്റർ 0 ആവാൻ പറ്റത്തില്ല. കാരണം ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണ്, ഡിനോമിനേറ്റർ 5/0 എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക, ഇത് നോട്ട് ഡിഫൈൻഡ് ആണ് അല്ലേ, അല്ലെങ്കിൽ എനിക്ക് ഇൻഫിനിറ്റി എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ വാല്യൂ എനിക്ക് എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിന് എന്താ, ഡിനോമിനേറ്റർ നമുക്ക് 0 ആകാൻ പറ്റത്തില്ല. 2/1 എന്താണ്, റാഷണൽ നമ്പറാണ്. എന്താ കാര്യം, ഞാനൊരു 2 എന്നൊരു നമ്പർ എടുത്താൽ എനിക്ക് അതിനെ 2/1 എന്ന് എഴുതാം അല്ലേ. ഇപ്പോൾ ഇവിടെ Pയും ഉണ്ട് Qയും ഉണ്ട് അല്ലേ, ഇത് P/Q ഫോമിലേക്ക് എനിക്ക് എഴുതാൻ സാധിച്ചു. സോ ഇറ്റ് ഈസ് എ റാഷണൽ നമ്പർ ആണല്ലോ. അപ്പോൾ റാഷണൽ നമ്പേഴ്സ് എന്താണെന്ന് മനസ്സിലായോ, P/Q ഫോമിലേക്ക് എനിക്ക് എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സിനെയും എനിക്ക് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഇനി റാഷണൽ നമ്പേഴ്സിനെ ഏതൊക്കെ ഗ്രൂപ്പ് ആക്കാം? ഓക്കെ, നമ്മൾ റിയൽ നമ്പേഴ്സിനെ 2 ഗ്രൂപ്പാക്കാമെന്ന് പഠിച്ചു, ഒന്ന് റാഷണൽ നമ്പേഴ്സ്, ഒന്ന് ഇറാഷണൽ നമ്പേഴ്സ്. ഓക്കെ, ഇനി നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് പഠിക്കാനുണ്ട്. അതിന് മുന്നേ റാഷണൽ നമ്പേഴ്സിനെ ഏതൊക്കെ ഗ്രൂപ്പാക്കാൻ പറ്റും എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, റാഷണൽ നമ്പേഴ്സിനെ സെപ്പറേറ്റ് നമുക്ക് വേറെ വേറെ സെക്ഷൻസ് ആക്കാൻ പറ്റും. എന്തൊക്കെ ആക്കാൻ പറ്റും? റാഷണൽ നമ്പേഴ്സിനെ എനിക്ക് 2 ഗ്രൂപ്പാക്കാം. ഒന്ന് ടെർമിനേറ്റിംഗ്, ആ വേർഡിൻ്റെ മീനിങ് ഒന്ന് ആലോചിച്ച് നോക്കി. ടെർമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, എൻഡ് ചെയ്യാനൊരു അവസാനമുണ്ട്. ഓക്കെ, ടെർമിനേറ്റിംഗ്. ആൻഡ് നെക്സ്റ്റ് വൺ നോൺ ടെർമിനേറ്റിംഗ്, അപ്പം അവസാനമില്ല. ബട്ട് ഇനി ഒരു കണ്ടീഷൻ ഉണ്ട് കേട്ടോ, റിപ്പീറ്റിംഗ്. നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ്. റാഷണൽ നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സിനെ നമ്മൾ 2 ഗ്രൂപ്പാക്കി, ഒന്ന് റാഷണൽ നമ്പേഴ്സ്, ഒന്ന് ഇറാഷണൽ നമ്പേഴ്സ്. ഇനി ഈ റാഷണൽ നമ്പേഴ്സിനെ നമുക്ക് വീണ്ടും 2 ഗ്രൂപ്പാക്കാം, ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ ടെർമിനേറ്റിംഗ്, റിപ്പീറ്റിംഗ്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ടെർമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ ഞാൻ 1/2 ഇത് P/Q ഫോം അല്ലേ, ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം, 0.5 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഡെസിമൽ കഴിഞ്ഞ് ഒരു നമ്പറേ ഉള്ളൂ, അതിന് അവസാനമുണ്ട്. ഡെസിമൽ കഴിഞ്ഞിട്ട് വരുന്ന നമ്പേഴ്സിന് ഒരു എൻഡിങ് ഉണ്ട് അല്ലേ, അതിവിടെ തീരുകയാണ്. അപ്പോൾ ഇതിനെ എനിക്ക് എന്ത് പറയാം, ടെർമിനേറ്റിംഗ് എന്ന് പറയാം അല്ലേ. 1/2 എന്ന് പറഞ്ഞാൽ എന്താ, ഇത് P/Q ഫോം അല്ലേ. P/Q ഫോമിലുള്ള നമ്പറിനെ എനിക്ക് ഡെസിമൽ ആക്കുമ്പോൾ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് വരുന്ന നമ്പേഴ്സിൻ്റെ എണ്ണം ടെർമിനേറ്റ് ചെയ്യുകയാണ്, തീരുകയാണ്. ഒരു നമ്പർ കഴിഞ്ഞപ്പോൾ അതവിടെ തീർന്നു അല്ലേ. അപ്പോൾ ഇതിനെ എനിക്ക് എന്താ പറയാൻ പറ്റുക, ടെർമിനേറ്റിംഗ് നമ്പർ. ഓക്കെ, ടെർമിനേറ്റിംഗ് ആണ്, റാഷണൽ നമ്പറാണ്, ഇത് ടെർമിനേറ്റിംഗ് ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇനി 2/5 എന്ന് എടുത്തു. 2/5 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റുക, 0.4 എന്ന് എഴുതാം. ഇതും ടെർമിനേറ്റിംഗ് ആണ്, 4 കഴിഞ്ഞിട്ട് ഇനി ഒന്നും ഇല്ല അല്ലേ. ഇനി ഈ നോൺ ടെർമിനേറ്റിംഗ് ഗ്രൂപ്പിൽ ഏതൊക്കെയാണ് വരിക, അത് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ 1.444 എക്സെട്ര. ഓക്കെ, ഈ 4 നിൽക്കുന്നില്ല, ഇങ്ങനെ എൻഡില്ലാണ്ട് പോവാണ്. ഓക്കെ, ഇതിനെ എനിക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക, ഇത്
റാഷണൽ നമ്പർ ആണോ? എനിക്കിതിനെ റാഷണൽ നമ്പർ ആക്കാൻ പറ്റും. ഇതെങ്ങനെ എനിക്ക് എഴുതാൻ പറ്റുക? നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ പഴയ ക്ലാസ്സിൽ. ഫോറിൻ്റെ മുകളിലൊരു ബാർ ഇടാൻ പറ്റും അല്ലേ? 1.4 ബാർ. ഇതെങ്ങനെ എഴുതാൻ പറ്റുന്നത് റാഷണൽ നമ്പറായിട്ട്? 1 + 4 / 9 എന്ന് എഴുതാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് 9th ഗ്രേഡിൽ ഇതിനെ റാഷണൽ നമ്പേഴ്സ് ആക്കാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാനിവിടെ എഴുതുന്നത്. ഓക്കെ, 1 + 4 / 9. ഒരു 9 ഇടാൻ കാര്യം എന്താ? ഡെസിമൽ കഴിഞ്ഞ് ഒരു നമ്പറെ നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഒരു 9 ഇട്ടു 4ൻ്റെ അടിയിൽ. ഓക്കെ, ഈ ഫോമിലേക്ക് ഇതിനെ മാറ്റിയാൽ മതി. ഇനി ഇതിനെ LCM എടുത്തൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുമെന്ന് അറിയാമോ? 9 ഡിനോമിനേറ്റർ 9 + 4 13/9 എന്ന് കിട്ടും. ഓക്കെ, ഇതിപ്പോൾ P/Q ഫോമിലായില്ലേ? അപ്പോൾ ഇതെന്താണ്? ഡെസിമൽ കഴിഞ്ഞ് 4 ആണ്, റിപ്പീറ്റിംഗ് ആണ്, നോൺ ടെർമിനേറ്റിംഗും ആണ്. ഇത് എന്ത് ചെയ്യുന്നില്ല, അതിങ്ങനെ പൊക്കോണ്ടിരിക്കുക കേട്ടോ, എന്ത് ചെയ്യുന്നില്ല. പക്ഷേ ഇതെനിക്ക് P/Q ഫോമിലേക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇതെന്താണ്? റാഷണൽ നമ്പറാണ്. ക്ലിയർ ആയോ? ഇതെങ്ങനെയാണ് P/Q ഫോമിലേക്ക് എഴുതുന്നത് മനസ്സിലായോ? ഒരു എക്സാമ്പിളൂടെ പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, 1.424242 എക്സെട്ര. ഓക്കെ, ഇതാ ഇങ്ങനെ ഒരു നമ്പർ ഞാൻ എടുത്തു. ഇതിന് എനിക്ക് 1.42 ബാർ എന്ന് എഴുതിക്കൂടെ? ഇതെനിക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? 1 + 42/19 എന്ന് എഴുതാം. 42 എന്താ? ഈ 42 ആണ് എൻ്റെ റിപ്പീറ്റിംഗ് പാറ്റേൺ ആണല്ലോ. അതുകൊണ്ട് അവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട്? ഡെസിമൽ കഴിഞ്ഞ് റിപ്പീറ്റിംഗ് പാറ്റേണിൽ 2 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഡിനോമിനേറ്ററിൽ 2 9 കൊടുത്തു. ഓക്കെ, ഇനി ഇത് ഞാൻ LCM എടുത്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 99 മേളിൽ 141 എന്ന് വരും. സോ P/Q ഫോമിലേക്കായി ആയല്ലോ. സോ P എന്ന് പറയുന്ന 141, Q 99 ആണല്ലോ. ഇത് റാഷണൽ നമ്പേഴ്സിലേക്ക് എനിക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ റാഷണൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? ടെർമിനേറ്റിംഗ് റാഷണൽ നമ്പേഴ്സ് ഉണ്ട്, നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് റാഷണൽ നമ്പേഴ്സും ഉണ്ട്. ഓക്കെ, അത്രയും മനസ്സിലായോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇറാഷണൽ നമ്പേഴ്സ്. അപ്പോൾ റിയൽ നമ്പേഴ്സിൻ്റെ 2 ഡിവിഷൻസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് റാഷണൽ നമ്പേഴ്സ് പഠിച്ചു, റാഷണൽ നമ്പേഴ്സിൻ്റെ 2 ഡിവിഷൻ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഇറാഷണൽ നമ്പേഴ്സ് ഏതാണെന്ന് നോക്കാം. ഇറാഷണൽ നമ്പേഴ്സ് റിയൽ നമ്പേഴ്സിൻ്റെ 2 ഡിവിഷനാണ്, അതിൽ ഒന്ന് പഠിച്ചു. അടുത്തത് ഇറാഷണൽ നമ്പേഴ്സ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? P/Q ഫോമിലേക്ക് എനിക്ക് എഴുതാൻ പറ്റാത്ത നമ്പേഴ്സ്. ഓക്കെ, അതിനകത്ത് മെയിനായിട്ട് നമുക്ക് വരുന്ന എന്താണെന്ന് അറിയോ? പൈ ഒക്കെ P/Q ഫോമിലേക്ക് എനിക്ക് എഴുതാൻ പറ്റാത്ത നമ്പർ. പക്ഷേ പൈ വരുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരത്തില്ലേ? പൈയുടെ വാല്യൂ നമ്മൾ 22/7 എന്നല്ലേ പഠിച്ചിട്ടുള്ളത്? അത് P/Q ഫോം ആണല്ലോ. പിന്നെന്താ പ്രശ്നം? എന്താ? ആക്ച്വലി ഇത് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. ഇതിൻ്റെ കറക്റ്റ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 22/7 നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. 22നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുകയെന്ന് അറിയാമോ? 3.141592. ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കും കേട്ടോ. ഇത് ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സിൻ്റെ എണ്ണം എൻഡ് ചെയ്യില്ല. ഓക്കെ, എൻഡ് ചെയ്യില്ല എന്ന് മാത്രമല്ല, നോക്കിക്കേ, ഡെസിമൽ കഴിഞ്ഞിട്ട് 1 4 1 5 9 2 എക്സെട്ര ഇങ്ങനെ ഒരു പാറ്റേൺ ഇല്ലാതെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് ഒരിക്കലും ഈ P/Q ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിന് എന്താ പറയുക? നമ്മൾ ഇറാഷണൽ നമ്പർ എന്ന് പറയും. ഓക്കെ, ഇറ്റ് കാൺ ബി കൺവേർട്ടഡ് ഇൻ ദ ഫോം P/Q. ഓക്കെ, സോ ഇറ്റ് ഈസ് കോൾഡ് ഇറാഷണൽ നമ്പർ. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ എങ്ങനെ പറയാൻ പറ്റും? നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ്, അത് റാഷണൽ നമ്പേഴ്സ് ആണ് നമ്മൾ പഠിച്ചു. ഇതെന്താ വരിക? നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റിപ്പീറ്റിംഗ്. കണ്ടോ, ഡെസിമൽ കഴിഞ്ഞുള്ള നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഒരു പാറ്റേൺ ഒന്നും അവിടെ ഇല്ല. മനസ്സിലായല്ലോ? ഇനി നോക്കിക്കേ, നമുക്ക് ഈ ഗ്രൂപ്പിൽ വരുന്ന വേറെ ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കാം. നമ്പേഴ്സിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ ഏതൊക്കെ നമ്പേഴ്സ് ഈ ഗ്രൂപ്പിൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം. നോക്കി, √1 സ്ക്വയർ റൂട്ട് ഓഫ് 1 ഞാൻ എടുത്താൽ എനിക്ക് 1 തന്നെയാണ് കിട്ടുന്നത് അല്ലേ? 1നെ എനിക്ക് 1/1 എന്ന് എഴുതാം. സോ അത് P/Q ഫോമിലേക്കായി. അപ്പോൾ അത് റാഷണൽ ആണ്. ഇനി സ്ക്വയർ റൂട്ട് ഓഫ് 2 ഞാൻ എടുത്താൽ എനിക്ക് വാല്യൂ കിട്ടുന്നത് 1.414213 എക്സെട്ര ഇങ്ങനെ പോകും കേട്ടോ. അപ്പോൾ ഈ വാല്യൂ നോക്കിക്കേ, ഇതും ഡെസിമൽ കഴിഞ്ഞുള്ള നമ്പേഴ്സ് എൻഡ് ചെയ്യുന്നുമില്ല, പക്ഷെ അവിടെ ഒരു റിപ്പീറ്റിംഗ് പാറ്റേണും ഇല്ല അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിന് നമുക്ക് എന്താ പറയാൻ പറ്റുക? ഇതും ഇറ്റ് കാൺ ബി റിട്ടൺ ഇൻ ദ ഫോം P/Q അല്ലേ? P/Q ഫോമിലേക്ക് എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ ഇതും എന്തിൻ്റെ കൂട്ടത്തിലാണ് വരിക? ഇറാഷണൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, ഇറാഷണൽ നമ്പേഴ്സ്. ഇനി ഏതൊക്കെ നമ്പേഴ്സാണ് ഇറാഷണൽ നമ്പേഴ്സിനകത്ത് വരുന്നത്? ഏതൊക്കെ നമ്പേഴ്സിൻ്റെ സ്ക്വയർ റൂട്ട് ഇറാഷണൽ നമ്പേഴ്സിനകത്ത് വരും എന്ന് നമുക്ക് നോക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് 3 ഒന്ന് നോക്കിക്കേ. √3 സ്ക്വയർ റൂട്ട് ഓഫ് 3യുടെ വാല്യൂ വരുന്നത് 1.732050 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നോക്കിക്കേ, ഇതും ഒരു റിപ്പീറ്റിംഗ് പാറ്റേൺ, ഡെസിമൽ പാർട്ടിൽ റിപ്പീറ്റിംഗ് പാറ്റേണും ഇല്ല, അതുപോലെ തന്നെ അത് എൻഡ് ചെയ്യുന്നുമില്ല അല്ലേ? അപ്പോൾ നോൺ ടെർമിനേറ്റിങ്ങുമാണ്, നോൺ റിപ്പീറ്റിങ്ങുമാണ്. ഡെസിമൽ പാർട്ടിലെ നമ്പേഴ്സ്
ഒരു പാറ്റേണിൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതും എന്തിൻ്റെ കൂട്ടത്തിലാണ് വരിക? ഇറ്റ് കാൻ ബി റിട്ടേൺ ഇൻ ദ ഫോം p/q, സോ ഇറ്റ് ഈസ് ഓൾസോ ഇറാഷണൽ നമ്പർ. ഓക്കെ, ഇനി സ്ക്വയർ റൂട്ട് ഓഫ് 4 എടുക്കുകയാണെങ്കിലോ 4 എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ ഇറ്റ് ഈസ് എ റാഷണൽ നമ്പർ അല്ലേ? റാഷണൽ നമ്പർ ആണ്. എന്താ കാരണം? എന്താ? 2 ക്യാൻ ബി റിട്ടേൺ ഇൻ ദ ഫോം 2/1, റൈറ്റ്? അപ്പോൾ ഇത് p/q ആയിട്ട് മാറി. ഓക്കെ, ഇനി √5, √6, √7, √8 ഇതെല്ലാം എന്തിലെ കൂട്ടത്തിലാണ് വരിക എന്നറിയാമോ? ഈ നോൺ ടെർമിനേറ്റിങ്ങും നോൺ റിപ്പീറ്റിങ്ങും. അപ്പോൾ ഇതെല്ലാം ഇറാഷണൽ നമ്പേഴ്സാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിതെല്ലാം കൂടി പഠിക്കേണ്ട കാര്യമില്ല. നമുക്ക് കുറച്ച് നമ്പേഴ്സ് നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി ഞാൻ വേറൊരു നമ്പർ പറയാം. ഇതൊന്നും അല്ലാതെ, അതായത് പൈ അല്ല, നമ്പേഴ്സിൻ്റെ സ്ക്വയർ റൂട്ട് അല്ല, ഇങ്ങനെയൊന്നും അല്ലാതെ നമുക്ക് ഇപ്പോൾ ഞാനൊരു നമ്പർ എഴുതി 3.01 001 0001 00001 ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്? നോക്കിക്കേ, ഇവിടെയും എൻഡ് ചെയ്യണില്ല, ഇങ്ങനെ എൻഡ് ഇല്ലാണ്ട് പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷേ ഒരു പാറ്റേൺ ഉണ്ടോ? പാറ്റേൺ ഇല്ല. ഇത് നോക്കി, 01 ആണ് ആദ്യം, ഫസ്റ്റ് 01, പിന്നെ 001, പിന്നെ 0001. ഇതൊരു പാറ്റേൺ, ഒരു സെയിം പാറ്റേണിലല്ല പോകുന്നത് അല്ലേ? പാറ്റേൺ എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ സെയിം നമ്പേഴ്സ് അല്ല റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലേ? ആ ഓരോ പാറ്റേണിലുമുള്ള നമ്പർ ഓഫ് നമ്പേഴ്സ് സെയിം അല്ല, അല്ലല്ലോ, മനസ്സിലായോ? നമ്പേഴ്സ് സെയിം അല്ല. അപ്പോൾ 01 001 0001. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഇത് നമുക്കൊരു റിപ്പീറ്റിംഗ് ബ്ലോക്ക് അല്ല. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ വരുന്ന നമ്പേഴ്സ് എല്ലാം നമുക്ക് എന്തായിട്ടാണ് പറയാൻ പറ്റുക? ഇറാഷണൽ നമ്പേഴ്സാണ്. ഒരു രസകരമായ നമ്പറാണ് അല്ലേ? ഇങ്ങനെയുള്ള പല നമ്പേഴ്സ് നമുക്ക് എഴുതാൻ പറ്റും. ഇതെല്ലാം ഇറാഷണൽ നമ്പേഴ്സ് ക്യാൻ ബി റിട്ടേൺ ഇൻ ദ ഫോം p/q. ഓക്കെ, സോ ഇതെല്ലാം എന്താണ്? ഇറാഷണൽ നമ്പേഴ്സാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്കിപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് ഫാക്ടേഴ്സ്, HCF, LCM, നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് എക്സർസൈസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.